നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഒരടികൊണ്ടൊന്നും നിർത്തില്ല, തല്ലി കൊല്ലും. സൂര്യ, അച്ഛാ, സംഭവം ക്ലീനാ. എന്റെ മുറിയിൽ നിന്നും മദ്യക്കുപ്പികൾ എടുത്ത് മാറ്റിയാൽ അത് നന്ദിനി മാത്രമേ ചെയ്യുള്ളൂ ഞാൻ വിശ്വസിക്കും. ഞാൻ നന്ദിനിയോട് ബഹളം വെക്കും. ഇവരാഗ്രഹിച്ചത് നടന്നു. ഞാൻ നന്ദിനിയോട് ബഹളം വെച്ചു. അച്ഛൻ കണ്ടതാണല്ലോ. അപ്പോ ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടക്കുന്നത് ഒരു ഗൂഢാലോചനയാണ്. അതിരാവിലെ എന്റെ കാറിന്റെ താക്കോല് മുറിയിലുണ്ടായിരുന്നു എന്ന് നന്ദിനി പറഞ്ഞത് സത്യമാണ്. സത്യം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ നിന്ന് മിസ്സായി അടുക്കളയിൽ വന്നു എന്നുള്ളത് വാസ്തവം. അതിന്റെ പുറകിൽ ആരായിരിക്കും? നീ എന്താ എല്ലാരും ചോദ്യം ചെയ്യാനാണോ ഉദ്ദേശം? മിണ്ടിപ്പോരുത്. ഇങ്ങനെ ഒരു കാര്യം ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പത്മാ മേഡത്തിന്റെ അറിവോട് കൂടി തന്നെയാ. എന്നിട്ട് ഞാനും നന്ദിനിയും തമ്മിൽ പ്രശ്നമായതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ കുടുംബത്തിന്റെ സ്വസ്ഥതയെ കുറിച്ച് വിലവയ്ക്കുന്നു. ആഹാ, എന്ത് രസം അല്ലേ? എനിക്ക് അത്ര രസമായിട്ട് തോന്നുന്നില്ല. ഒരു വേദന. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. ഈ മദ്യക്കുപ്പികള് എന്റെ മുറി നിർത്തല്ലേ? പറയാൻ. അതെ. എടി ഭയങ്കരി. നന്ദിനി, വാ. Go to your seat. പോയി വാ. പോ. മദ്യം കാണാത്തതിന്റെ പേരിൽ ഞാൻ തന്നെ ചീത്ത പറഞ്ഞപ്പോ തനിക്ക് വിഷമയില്ലേ? ആ, അപ്പൊ കുറ്റം ചെയ്തവരെ നേരിട്ട് കിട്ടിയാൽ എന്ത് ശിക്ഷയാ കൊടുക്കേണ്ടത്? പറ. എനിക്കറിയില്ല സർ. ശരി, എന്നാ ഞാൻ പറയാം. രാവിലത്തെ ചാവിയുടെ ഇഷ്യൂ ഇപ്പോഴത്തെ മദ്യത്തിന്റെ ഇഷ്യൂവും ചേർത്ത് നന്ദിനോട് മാപ്പ് പറ. അയ്യോ, അതൊന്നും വേണ്ട സർ. നോ നന്ദിനി, ഈ വിഷയം ഇപ്പൊ ഇവിടെ വെച്ച് തീരണമെങ്കിൽ ചേച്ചി നന്ദിനിയോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. എന്റെ മകൾ ആരോടും മാപ്പ് പറയില്ല. ആ, അതെ, ഈ വിഷയത്തിൽ പത്മാമ്മയുടെ ഇടപെടണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ക്ഷണിക്കും കേട്ടാ. അപ്പഴേ വരാവൂ, അല്ലാതെ വലിഞ്ഞു കയറി അങ്ങനെ വന്നാ. എന്താ ചേച്ചി, മാപ്പ് പറയുന്നുണ്ടോ? പറയുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഇനി ഞാൻ പ്രഖ്യാപിക്കാൻ പോകുന്ന ശിക്ഷ കുറച്ച് കടുത്തതായിരിക്കും. എടി ഇന്ദ്രജെ, പറഞ്ഞോ? അളിയുടെ സ്വഭാവം എനിക്ക് അറിയാം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോന്ന് കിട്ടുന്നത് കൊണ്ട് ആളുകളുടെ കൈക്കോരത്തിൽ എനിക്ക് അറിയാം. എടി, നീ അത് മേടിക്കരുത്. നീ താങ്ങൂല. അതെ, നന്ദിനിയെ പുറത്താക്കാനുള്ള എല്ലാ അടവും പരാജയപ്പെട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന്, അല്ലേ? അമ്മയും മക്കളും കൂടെ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിക്കാണല്ലേ? മാപ്പ് പറയുന്നുണ്ടോ ഇല്ലയോ? പറയാൻ. ഞാൻ ചെയ്ത് തെറ്റാ, എന്നോട് പൊറുക്കണം. സബാഷ്. അതാണ്